ഈ ഗൈസ് പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കോളേജിൽ പോവുകയാണ്. അതായത് സാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് സാറിന് സർപ്രൈസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. 10 മണിക്ക് വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ 10:15 അപ്പോൾ എല്ലാവരും അവിടെ എത്തി. ഇവിടുന്ന് ഇറങ്ങിയ ഉടൻ തന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം കോളേജിൽ കയറാൻ. സർപ്രൈസ് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നേരെ വണ്ടി എടുത്ത് നേരെ കുറച്ച് പരിപാടി ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കോളേജ് എത്തിയിട്ട് കാണാതെ. ഗൈസ് അങ്ങനെ കോളേജ് എത്തി. നൈസായിട്ട് മൂഞ്ചി സെക്യൂരിറ്റി വെച്ച് എന്തിനു വന്നേന്ന് അങ്ങനെ സാറിനെ വിളിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് അവിടെ ഫുള്ള് സെറ്റ് ആക്കിയിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കാരെ ഞാൻ ഉള്ളപ്പോ ഇവിടെ വേറെ ആരും നിന്നെ തൊടൂല. ഗൈസ് സെക്കൻഡ് ഇയേഴ്സ്, അതായത് ഇപ്പൊ അടുത്ത തേർഡ് ഇയേഴ്സ് എക്സാം ഉണ്ടെന്ന് തോന്നുന്നു. മഴ പിരിയോ? ഇത് കൊറേ ഉണ്ടല്ലോ. സെറ്റാക്ക് ബ്രോ. ഇന്ന് തന്നെ ബ്രോ, ഇന്ന് തന്നെ ഇതിൽ നിന്ന് ഓരോന്നെടു. മെഴുകുതിരി മെഴുകുതിരി ഇവിടെ 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 സൈഡ് വരെ വെച്ചാലോ? ഇങ്ങോട്ട് എടുത്ത് വാരി തട്ട്. എല്ലാം ഇരിക്കട്ടെ. പൈസ എടു. മതി മതി മതി. ഇനി വേണ്ട വേണ്ട വേണ്ട, ഓവറാക്കണ്ട. ഉരി വീഴല്ലേ ബ്രോ അതിൻ്റെ അകത്ത്. അളിയാ വേണ്ട, അളി എടുക്കാം. അളി ഒന്ന് നമ്മളെ പോകുമ്പോ എല്ലാം കത്തിയാണ് നടക്കുന്നത്. അളി ഉരി വ്യാത്തേരെ നമ്മളെ നിന്ന് തിന്നണ്ടേ? എന്തിനാ നീ തന്നെ അളി മറ്റേ വലിച്ചൂര്. അത് കുഴപ്പമില്ല. എന്നും കിട്ടണ സാറുണ്ടാന്തോ? അളഞ്ഞു മുഞ്ചി. എന്താളിയാ എല്ലാം മുഞ്ചിയല്ലേ? ഈ കത്തി അല്ലാതെ കൊടുക്കാം. നീ കത്തി അല്ലാതെ കൊടുക്കും. ഇന്ന് എന്നെ ബ്രോ ടീച്ചറിന്റെ ബർത്ത്ഡേ ഈ മാസം അല്ലേ? എല്ലാം ആ സാറും കത്തി വെച്ചോണ്ടിരിക്കാതെ. സാറുണ്ടോ? മുറിച്ച് വഴി മറിക്കും. ഇവിടെ കണ്ടില്ല. ഓ ജിഷ ഇവിടെ കണ്ടില്ലേ?
Happy birthday to you. Happy birthday for you. Happy birthday to you. Happy birthday to you. Thank you so much. എന്നെ വിളിച്ചെല്ലാം കൺഫേം ഞാൻ ഒരു മെരുവില്ല 5 മിനിറ്റ് മെസ്സേജ് ഗൈസ് നമ്മുടെ ക്ലാസ് കൂട്ടിയിരിക്കുന്നു ഗൈസ്. ഒഴിഞ്ഞിടക്കുന്ന ക്യാമ്പസ് ഗൈസ്. ഇന്ന് പ്രകൃതി ദിനം. ഇവിടെ റംബൂട്ടാൻ കൊണ്ട് വെച്ചിരിക്കുന്നു ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് നടാൻ. ഗൈസ് അങ്ങനെ കോളേജിൽ നിന്നും സാറിന് സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം കാട്ടാള CSI പള്ളിയിൽ അവിടെ വന്നേക്കാണ്. കാരണം ഇവിടെ 189 വരെ എന്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രൊമോഷൻ ഫുൾ ഇൻസ്റ്റയിൽ ഫുൾ കിടന്ന് കറങ്ങണം. അപ്പം പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് ഇതാണ് CSI പള്ളി. നമ്മളവിടെ വന്ന കുറച്ച് പേര് വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോളേജാണ് കേട്ടോ. പ്രേതാലയം പോലെ കിടക്കുന്ന കോളേജ്. ഗൈസ് ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം വാങ്ങാം. മാറ്റ് ഗൈസ് ഇവിടെ നിന്ന് RGB ലൈറ്റും എടുത്ത് കുടയെടുത്ത് ബാക്കി എല്ലാവരും ഇവിടെ എടുത്തോണ്ടിരിക്കുകയാണ്. ലിക്വിഡിലെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു ബിസി ഡേ ആയിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയ വ്ലോഗാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ചെറിയ വീഡിയോ ക്ലിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കോളേജിൽ വെച്ച് തന്നെ ജൂനിയേഴ്സ് പിള്ളേർ വന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചില്ല. അവിടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഇറങ്ങി. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യട്ടെ, പഠിക്കട്ടെ. അപ്പോൾ ഏതായാലും അവിടെ പോയി ചെറിയൊരു സർപ്രൈസും സാറിനൊക്കെ കൊടുത്ത്. അപ്പോൾ സാർ സർപ്രൈസായി. ഒട്ടും പ്രതീക്ഷിച്ചാണ് ഇവര്. അപ്പോൾ എന്തായാലും നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്താണ്. അതായത് മറ്റേ ഒരു ചൈനീസ് ബസാർ പോലെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ട്രിവാൻഡ്രത്ത് ഫുള്ള്, ഈ കേരള ഫുള്ള് ഇതേപോലെ സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നെടുമങ്ങാട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, കാട്ടാക്കട ഉണ്ട് ഇപ്പം, പിന്നെ മലയൻകീഴ് ഇപ്പോൾ ഉണ്ട്. എല്ലാം 190 രൂപയ്ക്കകത്തേ ഉള്ളൂ സാധനം. അപ്പം ആ സംഭവങ്ങൾ മാത്രം ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പോയപ്പോൾ ഇവിടെ സംഭവം ഉണ്ട്. എന്തായാലും സ്റ്റോക്ക് കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് സ്റ്റോക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കുട വീട്ടിലത്തേക്ക് വാങ്ങി. പിന്നെ ഒരു RGB ലൈറ്റ് വാങ്ങി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം അതല്ല. ഈ സെറ്റ് മുഞ്ചി അപ്പോൾ ഡയറി, അതായത് നമ്മുടെ ഈ ഇടയിലൊക്കെ സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്യാം. അത് ഗ്ലൂ ഒക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് റിമോട്ട് ഉണ്ട്. ഞാൻ റിമോട്ട് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം റെഡിൽ ക്ലിക്ക് ചെയ്താൽ റെഡ് കത്തും, റെഡ് മാത്രമേ കത്തുള്ളൂ. പിന്നെ ഗ്രീനിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രീന് മാത്രമേ കത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒത്തില്ല. അപ്പം ഇതിലൊക്കെ മിക്സ് ആക്കിയിട്ട് കളർ കത്തും. പിന്നെ അതിൻ്റെ അടുത്ത് വേറെ ലൈറ്റ് ആയി കത്തിക്കണം. ഇത് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയില്ല ഞാൻ. പിന്നെ ചെറുതായിട്ട് നോക്കിയിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ സംഭവം എത്ര 2 മീറ്റർ അടുപ്പിച്ച് ലെങ്ത് വരെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാൻ ഇത് തുറന്ന് നോക്കിയില്ല. ഇതിൻ്റെ വേറെ പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഉണ്ട്. ഇതിന് മുമ്പ് എന്തോ വാങ്ങിച്ചത് ഉണ്ട്. അത് ഞാൻ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം ഇതെനിക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് ഒരു മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട് ഈ സ്റ്റുഡിയോ. അതായത് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കണേ, കണ്ടില്ലേ? ഇവിടെ കുറച്ച് ബുക്സും ഒക്കെ വെക്കേണ്ട ഒരു സെറ്റപ്പും, പിന്നെ ഇത് ഒരു പ്ലെയിൻ വോളായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ ഫുള്ള് അലങ്കോലം, ഇവിടെ നോക്കണ്ട. ഇതാണ് ഇപ്പം മെയിനായിട്ടും വെച്ചിരിക്കുന്നത്. പിന്നെ അകത്ത് ഒരു ഷെയ്ഡ് കാണുന്നുണ്ട്. അത് തുണിയിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഓവർ വെട്ടം അടിക്കും. അതുകൊണ്ട് എനിക്കിവിടെ ഉച്ച ഉറങ്ങണ ഒരു ശീലം എനിക്കുണ്ട്. അപ്പം ആ സമയത്ത് വെയിലടിച്ച കണ്ണിലടിക്കും. അതുകൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പം ഇവിടെ എനിക്കൊരു ചെറിയൊരു മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്. ഞാൻ ChatGPT കൊടുത്തിട്ട്
ഒരു അടിപൊളി സാധനം ആ പുള്ളി എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു സ്ഥലത്തായിട്ട് കബോർഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ചിട്ട് അവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കണ്ടില്ല ഫുൾ അലങ്കോലമായിട്ട് ഇറങ്ങിയാണ്. എന്നും വൃത്തിയാക്കും, വൈകിട്ടാകുമ്പോൾ വീണ്ടും അലങ്കോലമാവും. അപ്പോൾ എന്തായാലും ഇനി സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും ചെയ്യാം. 1 വർഷത്തിൻ്റെ 2 കൊല്ലത്തിൻ്റെ അകത്ത് വെച്ച് എന്തായാലും ഞാൻ അവിടെ പണി സെറ്റ് ചെയ്യും. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ് ഉള്ളപ്പം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം സാധനം വെച്ചിരിക്കുകയാണ്, എല്ലാം കൂടെ സെറ്റ് ചെയ്യണ അനുസരിച്ച് ഫുള്ള് സെറ്റാക്കും. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു കിള്ളം ലൈഫ് സ്റ്റൈൽ വ്ളോഗ് വരുന്നിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിട്ടോ.